മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതായത് നമ്മുടെ +2 നിങ്ങളുടെ ഓരോ സബ്ജക്ട്സിലെയും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാം ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മോഡൽ എക്സാമിന് മുൻപായിട്ട് ഇപ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സ് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് എത്ര മാർക്സിനൊക്കെയാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അതായത് പ്രയോറിറ്റൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അത് പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം സ്റ്റാർട്ടിങ് മുതലൊക്കെയാണ് പഠിച്ചു വരുന്നത്, ഇതുവരെ പഠിച്ച് എവിടെ എത്തിയിട്ടില്ല എന്നാണെങ്കിൽ പബ്ലിക് എക്സാമിലേക്ക് ഒരു ടാർഗറ്റ് വെക്കുക. എന്നിട്ട് ഈ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുക. അതേപോലെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആദ്യം റിവൈസ് ചെയ്തിട്ട് പിന്നെ ബാക്കോട്ടേക്ക് വരും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ പബ്ലിക് എക്സാമിന് ടാർഗറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ മിസ് ഈ പറയാൻ പോകുന്ന വെയിറ്റേജ് 2023 2024 നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ മാർക്സ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വെയിറ്റേജാണ് മിസ് പറയുന്നത് കേട്ടോ. സോ ഫിസിക്സിൽ നോക്കുമ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 2023 എത്രയാണ് 8 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് 2024 അത് കൂടിയിട്ടേ ഉള്ളൂ, അത് 12 മാർക്സിനായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് നോക്കിക്കഴിഞ്ഞാലും ഈ രീതിയിൽ 8 മാർക്സിന് 2023 2024 നിങ്ങൾക്ക് 9 മാർക്സിന് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും വെയിറ്റേജ് കൂടിയിട്ടുള്ളത് കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് 6 മാർക്സിന് 2023 ആൻഡ് നമ്മുടെ 6 മാർക്സ് സെയിം വെയിറ്റേജിൽ ഒരു മാറ്റവും ഇല്ലാതെ തന്നെ വന്നിട്ടുണ്ട്. ദെൻ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 2023 11 മാർക്ക് ആൻഡ് 2024 7 മാർക്ക്. വല്ലാത്ത രീതിയിൽ കുറഞ്ഞിട്ടില്ല, അതായത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. പിന്നെ നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന് 5 മാർക്ക് തന്നെയാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലും ചോദിച്ചത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 5 മാർക്കിന് 2023 ആണെങ്കിൽ പിന്നെ 3 മാർക്കായി കുറഞ്ഞിട്ടുണ്ട്. ദെൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് 7 മാർക്കിനൊരു വ്യത്യാസവും ഇല്ലാതെ 2 വർഷങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ദെൻ നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നിന്ന് അത്ര വെയിറ്റേജ് കുറവാണ്. 2023 1 മാർക്സിനെ വന്നിട്ടുള്ളൂ, 2024 3 മാർക്സിന്. ദെൻ റേ ഓപ്റ്റിക്സിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വെയിറ്റേജ് വന്നിട്ടുണ്ട്, അതായത് 9 മാർക്ക് നമ്മുടെ 2023 10 മാർക്ക് കൂടിയിട്ടേ ഉള്ളൂ, 2024 ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മുടെ വേവ് ഒപ്റ്റിക്സിലേക്ക് വരുമ്പോൾ 6 മാർക്ക് 5 മാർക്ക് ആ രീതിയിൽ തന്നെയുള്ളത്. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഡ്യുവൽ നേച്ചർ, ആറ്റം, ന്യൂക്ലിയൈ, സെമി കണ്ടക്ടർ അതൊക്കെ എന്താണ് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് ആ വെയിറ്റേജിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ബാക്കിയുള്ളതും അതിനനുസരിച്ച് ബാക്കോട്ടേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ നമ്മളുടെ കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഒരേ വെയിറ്റേജിലാണ് നിൽക്കുന്നത്. അതിൽ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ് മിസ് ഇപ്പോൾ മാർക്ക് ചെയ്യാം. ഇത് 2023 3 മാർക്കിന് 2024 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 3 മാർക്സിന് 2024 5 മാർക്കിന്, ഇത് 5 മാർക്കിന് 2024 4 മാർക്സിന്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 8 മാർക്ക് 9 മാർക്ക് 10 മാർക്ക് 11 മാർക്ക് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അതിലൊരു വ്യത്യാസം നോക്കിക്കേ, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2023 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്റേഴ്സൊക്കെ 10 മാർക്ക് 11 മാർക്കിന് വെയിറ്റേജ് ഉള്ളതാണ്. അതായത് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്, ആ വെയിറ്റേജും കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും 10 മാർക്ക് 9 മാർക്ക് കണ്ടോ, എല്ലാം അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കാൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക, ആദ്യം റിവൈസ് ചെയ്യുക. അതിൻ്റെ ആ മാർക്സ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. ദെൻ നമ്മളുടെ മാത്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് നല്ല കുറേ ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റേജിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ 7 മാർക്കിനാണ് 2023 2024 ഫസ്റ്റ് മാർക്ക് റിലേഷൻ ആൻഡ് ഫംഗ്ഷന് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷന് 2023 4 2024 3 മാർക്കേ വന്നിട്ടുള്ളൂ. ഇത് 7 മാർക്ക് തന്നെ 2 വർഷങ്ങളിൽ. ഇതാണെങ്കിൽ 4ാമത്തെ ചാപ്റ്റർ, അതായത് ഡിറ്റർമിനൻസിൽ നിന്ന് 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് 2023 2024 എത്രയാണ് 6 മാർക്സിന് വന്നിട്ടുള്ളൂ. ദെൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ 3 ആ ഒരു വെയിറ്റേജ് ആണ് വരുന്നത്. ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്ന് നിങ്ങൾക്ക് 13 മാർക്കും 2024 7 മാർക്കും ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇൻ്റഗ്രൽസ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, 6 മാർക്കും 9 മാർക്കും തന്നെ വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിന് 2023 ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, 2024 4 മാർക്സിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ഇവിടെ 4 ആണെങ്കിൽ ഒരു വലിയ ചാട്ടമാണ്, 10 മാർക്കിനാണ് 2024 ചോദിച്ചിട്ടുള്ളത്. ദെൻ നമ്മളുടെ വെക്ടർ ആൾജിബ്രയിൽ ഇവിടെ 7 മാർക്ക്,
ദെൻ ഇവിടെ 11 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ 3 ഡയമെൻഷണൽ ജിയോമെട്രിയിൽ 7 മാർക്ക് 2024 ക്വസ്റ്റൻ ഒന്നും ഉണ്ടായിട്ടില്ല. ലീനിയർ പ്രോഗ്രാമിംഗ് 6 ഇതിനൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉറപ്പിച്ച മാർക്സ് ആണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ല വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയാൻ 1-2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതെല്ലാം നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് അതിലാദ്യം ബോട്ടണിയാണ്. അപ്പോൾ ബോട്ടണിയിൽ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള വേരിയേഷൻസ് ഒന്നുമില്ല. 8 മാർക്ക് എന്ന് പറഞ്ഞാൽ 8 മാർക്ക് തന്നെയാണ്. ആൻഡ് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസും പ്രോസസ്സും നോക്കിക്കേ, നല്ല വെയിറ്റേജ് ആണ്. 23-ൽ 11 മാർക്കിന് വന്നത് 24-ൽ 7 മാർക്കിന്, ഇവിടെ 7 മാർക്കിന് വന്നത് 24-ൽ 9 മാർക്കിന്. അപ്പോൾ ആ ഒരു 7-8 റേഞ്ച് വിട്ടിട്ടില്ല. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ദെൻ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ അതേ റേഞ്ച് തന്നെയാണ്, 8 മാർക്ക് 7 മാർക്ക്. ദെൻ ഇക്കോസിസ്റ്റം ഇവിടെ 4 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ 24-ൽ 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ സുവോളജിയിലേക്ക് വരുന്ന സമയത്ത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒരു 2 വർഷം മുൻപ് +2 ബയോളജിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 മാർക്കിനാണെങ്കിൽ 2024 ആകെ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു വേരിയേഷൻ കാണിച്ചു. സാധാരണ മാർക്സ് കുറവുള്ളതായിരുന്നു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതൊക്കെ ഒരു മാറ്റവും വ്യത്യാസമില്ലാതെ ഒരു വ്യത്യാസമില്ലാതെ ചോദിക്കുന്നതാണ് ആ വെയിറ്റേജ് ഒക്കെ. 5, 8 മോളിക്കുലർ ബേസിസിന് 6 മാർക്ക്, 24-ൽ 8 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. എവല്യൂഷൻ എന്ന് കഴിഞ്ഞ വർഷം ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 23-ൽ 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് അതേപോലെ തന്നെ 5, 6 ആ ഒരു റേഞ്ചാണ്. ദെൻ മൈക്രോബ്സ് പൊതുവേ ക്വസ്റ്റ്യൻസ് കുറവേ വരാറുള്ളൂ. 3 മാർക്ക്, കഴിഞ്ഞ വർഷം 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളൂ. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറവുള്ളതെന്ന് പറയാനുള്ളത് മൈക്രോബ്സ് ആൻഡ് ഹ്യൂമൻ വെൽഫെയർ ആണ് നമുക്ക് കുറവെന്ന് പറയാൻ പറ്റുക. ഈ ഒരു 2 ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കഴിഞ്ഞ 2 വർഷങ്ങളിൽ കുറച്ച് ചോദിച്ചിട്ടുള്ളതിന് പകരമായിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് വേണേൽ റിവേഴ്സ് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബയോളജിയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് എൻ്റെ കുട്ടികളെല്ലാവരും മിസ്സിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അതത് എടുക്കുന്ന ടീച്ചേഴ്സിനും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി അത് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും മക്കളെ, നമ്മുടെ യോധ ബാച്ചൊക്കെ ഇപ്പോഴും അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ക്ലാസ്സുകൾ കണ്ടിട്ട് പഠിക്കുക. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ സയൻസിൻ്റെ പറയാനാണെങ്കിൽ നമുക്ക് 12ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലിപ്പോൾ വെയിറ്റേജ് കുറഞ്ഞത് മിസ് മാർക്ക് ചെയ്യാം. ഇതാണ് 3 മാർക്സിന് സെക്കൻഡ് ചാപ്റ്റർ, പിന്നെ 4 മാർക്ക്, പക്ഷേ ഈ വർഷം 7 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വ്യത്യാസമൊന്നുമില്ലാതെ 3 മാർക്ക്, ഇവിടെ 4 മാർക്ക്. ഇത് പിന്നെ 5ഉം ഒരു 4ഉം വരുന്നുണ്ട്. ബാക്കി എല്ലാം തന്നെ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ്. അതായത് ഒന്നും നമുക്ക് ഇതിങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ വിട്ട് കളയാം, അങ്ങനൊരു ചാപ്റ്റർ ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ചില ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 14 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതാണ്? വെബ് ടെക്നോളജി എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ ഒരു വെയിറ്റേജ് വീഡിയോ എടുത്തപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല വെയിറ്റേജ് വന്നതുകൊണ്ട്. ദെൻ അടുത്തൊരു ചാപ്റ്റർ 9, 8 കണ്ടോ, 8, 8 വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ സെയിം റേഞ്ചിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ 3 ചാപ്റ്റേഴ്സ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ, ഇതെന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ +2 വെയിറ്റേജ് വരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ മോഡൽ എക്സാം. ആൻഡ് അതിനനുസരിച്ച് നിങ്ങളുടെ പബ്ലിക് എക്സാം ഒക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മോഡൽ എക്സാമിന് ഇതെല്ലാം കൂടെ തീർത്ത് കളയാമെന്നുള്ള ടാർഗറ്റ് വെക്കണ്ട. അപ്പോൾ നമുക്ക് ആകെ കൂടെ ഒരു അവിയൽ പരുവാകും. പബ്ലിക് എക്സാം ടാർഗറ്റ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ വെയിറ്റേജ് ഫോളോ ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങുക, പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങുക. ഇനി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ ഇപ്പോൾ ഫീസൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള മക്കൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾക്ക് നീറ്റ് കീം പോലത്തെ ക്രാഷ് കോഴ്സിൽ നീറ്റ് കീമൊക്കെ എഴുതണം. ക്രാഷ് നമ്മുടെ എക്സാമിൻ്റെ തന്നെ ഉണ്ട്. നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഫീ 999 ആണ്. അപ്പോൾ താല്പര്യമുള്ള മക്കൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതനുസരിച്ച് എല്ലാവരും പഠിച്ചു തുടങ്ങുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.